പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, നിങ്ങളുടെ നിലവിലെ സാഹചര്യം, ആ സാഹചര്യത്തിന് ഒരു മാറ്റമുണ്ടാകുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ നിലവിലെ സാഹചര്യം മാറി മറിയാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാകുക. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ചില നഷ്ടങ്ങളാണ്. ഓക്കെ, ചില വ്യക്തികളിൽ നിന്നോ ചില സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമി സംബന്ധമായിട്ടുള്ള ചില നഷ്ടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളുമാണ് നിങ്ങളെ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്നാൽ ആ ഒരു അന്ധകാരം നിങ്ങളിൽ അവസാനിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ചില സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ പോസിറ്റീവായിട്ടുള്ള സാഹചര്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് നിങ്ങൾ എങ്ങനെ തയ്യാറാകണം? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എങ്ങനെയാണ് എൻ്റെ വ്യൂസ് തയ്യാറാകേണ്ടത്? ഓക്കെ, ഇവിടെ പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് വേണ്ടി ആ ഒരു അവസരം ലഭിക്കുകയില്ല. ഇപ്പം വിവാഹത്തിൻ്റെ കാര്യം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹം ഇപ്പോൾ വേണ്ട, കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പോഴും വേണ്ട, കുറേ കൂടെ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മൾ വഴിപാടും നേർച്ചകളും ഒക്കെ ആയിട്ട് പരിഹാരങ്ങൾ ചെയ്യുവാനും ഒക്കെ നടക്കും. പക്ഷേ എത്രയൊക്കെ നമ്മൾ അതിനു വേണ്ടി ചിലവഴിച്ചിരുന്നാലും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു കരുണ പിന്നീട് നമുക്ക് തോന്നില്ല. എപ്പോഴും നമ്മുടെ മുമ്പിൽ തുറക്കുന്ന ഒന്നല്ല ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പം തുറന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അതിലൂടെ പ്രവേശിക്കുക എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് വലിയ അനുഗ്രഹ ഭാഗ്യങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണ്? ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അത് ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ചുമ്മാ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് വിജയം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, അല്ലേ? നമ്മൾ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. രാവും പകലും ഒക്കെ നമ്മൾ പഠിച്ചും എഴുതിയും ഒക്കെ നമ്മൾ അതിന് തയ്യാറാകുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മൾ ചലഞ്ചിലൂടെ നമ്മൾ ഫേസ് ചെയ്ത് വിജയം നേടിയെടുക്കണം. നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. എങ്കിൽ മാത്രമായിരിക്കും നമ്മളുടെ പ്രപഞ്ചം നമുക്ക് തരുന്നതായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യുവാൻ നമ്മൾ പ്രാപ്തരാകുകയുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾക്കൊന്നും വേണ്ട, അയ്യോ എനിക്ക് കഷ്ടങ്ങളൊന്നും തരില്ലേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. തരുന്നതായിട്ടുള്ള സാഹചര്യം